ഇന്നലത്തെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. ഹാപ്പി മദേഴ്സ് ഡേ ആയിരുന്നു അല്ലേ. ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് അമ്മമാർക്ക് നന്നായിട്ട് മക്കൾ കൂടെ നിന്നുകൊണ്ടുള്ള ഹാപ്പി മദേഴ്സ് ഡേ വിഷ് ഞാൻ കണ്ടു. അപ്പം ഞാൻ സത്യത്തിൽ ആലോചിച്ചു, മരിച്ചു ജീവിക്കുന്ന മദേഴ്സ് ഇല്ലേ? ഉണ്ട്. നമ്മൾ ഒരു വശം മാത്രമേ അതിൽ കാണുന്നുള്ളൂ. ഒരുപാട് അമ്മമാർ മരിച്ചു ജീവിക്കുന്നവരുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? അവർ ജീവിച്ചിരിക്കുന്നു, പക്ഷേ മരിച്ചതിന് തുല്യമാണ്. അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട്. ഒരു വാക്ക് സംസാരിക്കാനോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിശേഷം പറയാനോ ഒന്നും ആരുമില്ലാതെ വീടുകളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കൂട്ടുന്ന എത്ര അമ്മമാരുണ്ടെന്ന് അറിയാമോ? നമ്മളീ കാണുന്നതിൽ പലർക്കും അതിനെക്കുറിച്ച് അറിവുള്ളവരുണ്ടാവും, പക്ഷെ ആരും ഒന്നും റിയാക്ട് ചെയ്യില്ല. ഒരു 45-50 വയസ്സിന് മേലെ അങ്ങോട്ടുള്ളവരെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഒരുപാട് വീടുകളിൽ നടക്കുന്ന കാര്യമാണ്. എല്ലാവരും അവരവരുടേതായ ലോകത്തേക്ക് പോകുമ്പോൾ അച്ഛന്മാരും അമ്മമാരും രണ്ടുപേരുള്ളവർക്ക് അധികം വിഷമമില്ല, രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തോളും. ഒരാൾ നഷ്ടപ്പെടുമ്പോൾ നിൽക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതവർ പുറത്തും പറയില്ല, കാരണം അവർ പുറത്തു പറഞ്ഞാൽ അവരുടെ മക്കൾക്ക് അത് നാണക്കേടാണ്, മോശമാണ്. അതുകൊണ്ട് അവരത് ഉള്ളിലൊതുക്കും. പരമാവധി താങ്ങാതെ വരുമ്പോഴേക്കും സൂയിസൈഡ് ചെയ്യും. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പെൻഷൻ വാങ്ങുന്നു, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നല്ലൊരു എമൗണ്ട് പെൻഷൻ വാങ്ങുന്നു, പക്ഷേ അവർക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല. അത് കുറേയൊക്കെ നമ്മുടെ മക്കളുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്. കാരണം പെൺകുട്ടികൾ നോക്കിയില്ലെങ്കിൽ വേണ്ട, ആൺകുട്ടികൾക്ക് അവരവരുടെ അച്ഛന്മാരെ നോക്കാമല്ലോ. അമ്മയില്ലാത്ത അച്ഛൻ അല്ലെങ്കിൽ അച്ഛനില്ലാത്ത അമ്മ, അവരോടൊന്ന് സംസാരിക്കുക, അവരോട് രണ്ട് വാക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുക. അതൊന്നുമില്ലാതെ അച്ഛനും അമ്മയും മക്കളും കൂടി പോകുന്നു. ഇവർ വെറുതെ അവിടെ ഇങ്ങനെ ഒരു വ്യക്തിയെ വീട്ടിലുണ്ടെന്ന് പോലും പരിഗണിക്കാതെ, ഞങ്ങളൊന്ന് പുറത്തു പോകുന്നു എന്ന് പറയാതെ, അല്ലെങ്കിൽ അമ്മ ഭക്ഷണം കഴിച്ചോളൂ, ഞാൻ ഒന്നും മിണ്ടില്ല. ഒരു ജീവനുള്ളൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലും. ഇന്നത്തെ ആൾക്കാർക്കൊന്ന് സംസാരിക്കാനാണ് ആഗ്രഹം. അവർക്ക് ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. നേരത്തെയുള്ള സമയത്താണെങ്കിൽ അയൽവക്കങ്ങളിലൊക്കെ പോയിരുന്ന് നമ്മൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ കുറേ നേരം കൊണ്ടുവരും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ലേഡീസ് എല്ലാവരും കൂടി ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുശുമ്പൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഒരു നാച്ചുറലായിട്ട് അങ്ങ് പൊക്കോളും. അപ്പം അവർക്ക് ഉള്ളിലൊന്നും നമുക്കൊന്നുമില്ല, നമ്മൾ ഹാപ്പി. ഇപ്പം അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ തിങ്ങി വിങ്ങി ഇരിക്കുന്ന പല കാര്യങ്ങളും ഇതൊന്നും ഷെയർ ചെയ്യാൻ ആരുമില്ല. പെൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ കുറേയൊക്കെ ഷെയർ ചെയ്യും. എന്നാലും പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞാൽ അവരുടേതായ സെറ്റിൽമെൻറ്റിലേക്ക് പോയി സെറ്റപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് വേറെ കാര്യത്തിൽ ബുദ്ധിമുട്ട്? അമ്മ എപ്പോഴും ആൺകുട്ടികളുടെയും ഭാര്യമാരുടെയൊക്കെ കൂടിയായിരിക്കും ജീവിക്കുക. അപ്പോൾ അവരൊരു പരിധി വിട്ട് അതിനകത്ത് ഇടപെടാനും പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണത്. പിന്നെ 80% പെൺകുട്ടികൾ അവരുടെ അമ്മമാരെ സംരക്ഷിക്കുന്നുണ്ട്. ആൺകുട്ടികളാണ് മിക്കവരും. അവർക്ക് അതിനെക്കുറിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അവർക്ക് അതിനെക്കുറിച്ച് ബോധറേഷനില്ല. പക്ഷെ ആ അമ്മ എന്തോരം വിഷമിക്കുന്നു എന്നുള്ളത് അവരറിയുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അവർക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മതി. അവരോട് എന്തെങ്കിലും ഒന്ന് വിശേഷങ്ങൾ അറിയാം. ആരും ഒന്നും മിണ്ടില്ല, മകനൊന്ന് വന്ന് അമ്മയുടെ കൂടെ ഒരു 5-10 മിനിറ്റ് ഇരി. പക്ഷേ അപ്പോൾ ഭാര്യമാർ പ്രശ്നം ഉണ്ടാകും. ഇപ്പോഴത്തെ ഭാര്യമാർ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അതൊരു തെറ്റായ കാര്യം തന്നെ. ഞാനും ഞങ്ങളുടെ കാലത്തുമൊക്കെ ഇതുപോലെ അമ്മായിമ്മമാരും മരുമക്കളും ബഹളമൊക്കെ ഉണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. മനുഷ്യനാണ്, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും അങ്ങേയറ്റം വരെ ഭക്ഷണത്തിൽ എത്തുന്നത് വരെ ഒന്നും നിൽക്കില്ല. ഭക്ഷണം എടുത്ത് അവർക്ക് തന്നെ കൊടുക്കും ആദ്യം. അല്ല പിന്നെ നമ്മൾ അമ്മയും മോളും കൂടി വഴക്കിട്ടിരിക്കുന്നു, ഭർത്താവ് എന്തെങ്കിലും കൊണ്ടുവന്ന് ആദ്യം ഭർത്താവ് അമ്മയ്ക്ക് കൊടുക്കുന്നു. അതിലൊന്നും നമ്മൾ ഒരിക്കലും ഇടപെടരുത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ സമ്മതിക്കില്ല കൊടുക്കുക. ഞാനൊരു കുശുമ്പ് പറയുന്നതല്ല, ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനുഭവം. ഒരു 4-5 പേരുടെ അനുഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പെൻഷനൊക്കെ ഉണ്ടെങ്കിലും ശരി, അവർ ആ വീട്ടിലൊരു അധികപ്പറ്റു പോലെ, ഒരാൾ സംസാരിക്കാനോ ഒന്നും മിണ്ടാനോ ആളില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഭക്ഷണം എല്ലാവരും കഴിച്ചിട്ട് പോയി ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക. നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളുണ്ടോ? നല്ലൊരു ദിവസമായിട്ട് പോലും അമ്മയെ കണ്ടില്ലെങ്കിൽ മകൻ പോലും അന്വേഷിക്കാത്തൊരവസ്ഥ. അതൊക്കെ വളരെ ദയനീയമാണ്. നാളെ ഇതേ അവസ്ഥ നമുക്കും വരില്ല എന്ന് യാതൊരു ഉറപ്പില്ല. ഈ കുട്ടികൾ ഇത് കണ്ടാണ് വളരുന്നത് അല്ലേ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളും ഇതേ അവസ്ഥയിലേക്ക് വരും ഒരു 10 കൊല്ലം കഴിയുമ്പോൾ. ആ കുട്ടികൾ ഇത് കണ്ടാണ് വരുന്നത്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും തിരിഞ്ഞു നിന്ന് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്താണ് അന്ന് അമ്മോട് കാണിച്ചത്, അച്ഛമ്മോട് കാണിച്ചത്, അല്ലെങ്കിൽ അമ്മൂമ്മോട് കാണിച്ചെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ചോദിക്കും. അതുകൊണ്ട് ഇന്നലെ ഇങ്ങനെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ അത് എഴുതണമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, നല്ലൊരു ദിവസമായിട്ട് അത് വേണ്ട, നെഗറ്റീവായിട്ട് പറയുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നെഗറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, പല പല വീടുകളിലും അമ്മമാർ അനുഭവിക്കുന്ന കാര്യം. ഇനിയൊന്ന് അയൽവക്കത്ത് പോയിരിക്കാം എന്ന് ഇവർ വിചാരിച്ചാൽ അത് അവർക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എന്തിനാ അടുത്ത വീട്ടിൽ പോയിരിക്കണം, ഞങ്ങളുടെ കുറ്റം പറയാൻ വേണ്ടി പോയിരിക്കണതല്ലേ എന്ന് ചോദിക്കും. അതും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഇരുന്ന് നീറി സങ്കടമൊന്ന് പുറത്തേക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് ആരോടെങ്കിലും കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്ത് കുറച്ച് കണ്ണുനീര് പോയാൽ അവരുടെ കുറേ വിഷമം പോകും. അതിനു പോലുമുള്ള സാഹചര്യമില്ലാതെ
TV കാണാൻ പറ്റില്ല, അവരുടെ കൺട്രോളിലായിരിക്കും. മൊബൈൽ യൂസ് ചെയ്യാൻ അറിയണ്ടാവില്ല. പഴയ സൈസ് മൊബൈലിൽ നിന്ന് വിളിക്കാൻ പോലും അറിയില്ലാത്തവരായിരിക്കും. ഇനി മൊബൈൽ യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. അവർ പല അച്ഛന്മാരും അങ്ങനെ കേട്ടോ ജയിച്ചു പോകുന്നത്. അച്ഛന്മാരങ്ങനെ ജയിച്ചു പോകും. ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി അവരതിന് സമയം കളഞ്ഞോളും. പക്ഷെ അമ്മമാർക്ക് അതറിയാത്ത ഒരുപാട് അമ്മമാരുണ്ട്. അതുപോലെ ഒറ്റപ്പെട്ടു പോയ അമ്മമാരെക്കാളും അച്ഛന്മാരാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആത്മഹത്യ അവർ ഗതികെട്ട് അവർ ലാസ്റ്റ് ആത്മഹത്യ പോകും, അല്ലെങ്കിൽ നാട് വിട്ടു പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകും. പലയിടത്തും അനുഭവങ്ങളുണ്ട്. പക്ഷെ അമ്മമാരങ്ങനെ അവർ പിടിച്ചു നിൽക്കും. അവരുടെ എല്ലാ ദുഃഖങ്ങളും അവർ ഉള്ളിലൊതുക്കി പിടിച്ചു നിൽക്കും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തെ തലമുറയോട് പറയുകയാണ്, നിങ്ങൾ അവരെ ഒരു ജീവനുള്ള ഒരു വസ്തുവായിട്ട് ഒന്ന് പരിഗണിക്കുക. തെറ്റുണ്ടാവാം അവരുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ, പക്ഷെ അത് നമ്മൾ വിട്ട് കളഞ്ഞേക്കുക. അതങ്ങോട്ട് പൊക്കോട്ടെ. അവർ കൂടി വന്ന് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവും?